തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഒരുപാട് അംഗനവാടി കേന്ദ്രങ്ങളെ ഇന്ന് പോളിംഗ് ബൂത്തായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രസ്തുത അംഗനവാടിയിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ പോഷൻ ട്രാക്കറിലെ എൻട്രികൾ ഏതൊക്കെ ആയിരിക്കണം എന്നുള്ളത് അതായത് അംഗനവാടിയിലെ ടീച്ചർമാർ കൃത്യമായി അറിഞ്ഞിരിക്കണം. അതായത് പോളിംഗ് ദിവസമോ തലേ ദിവസമോ അംഗനവാടികൾ തുറക്കുന്നുണ്ടെങ്കിലും അംഗനവാടിയിലെ സേവനങ്ങൾ പോളിംഗ് ദിവസവും അതിൻ്റെ തലേ ദിവസവുമായിട്ടുള്ള ഇന്നും ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി നമുക്കറിയാവുന്നതാണ്. ആയതുകൊണ്ട് തന്നെ തങ്ങളുടെ ഗുണഭോക്താക്കളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കണം. അംഗനവാടി തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അംഗനവാടിയിലെ പല സേവനങ്ങളും ഇന്ന് മുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോഷൻ ട്രാക്കറിലെ പ്രവർത്തനവും കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇന്ന് അംഗനവാടി തുറക്കുന്നുണ്ടെങ്കിലും പോഷൻ ട്രാക്കറിനകത്ത് ക്ലോസ് എന്നുള്ള ബട്ടണാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം ഇന്ന് അംഗനവാടി തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ആയതുകൊണ്ട് തന്നെ ഡെയിലി ട്രാക്കിങ്ങിലെ ഒരു പ്രവർത്തനവും നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഒരു തവണ ക്ലോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി ട്രാക്കിങ്ങിൽ കുട്ടികളുടെ പ്രീ സ്കൂൾ ആക്ടിവിറ്റി ആയിക്കോട്ടെ, മോർണിംഗ് സ്നാക്സ് കൊടുക്കുന്നതായിക്കോട്ടെ, HCM ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ മുടങ്ങുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ക്ലോസ് എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത്തരത്തിൽ ക്ലോസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി ട്രാക്കിംഗ് പ്രവർത്തനം നമുക്ക് ഇന്ന് സാധ്യമല്ല. ഇന്ന് യഥാർത്ഥത്തിൽ അംഗനവാടി തുറക്കുന്നുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുറക്കുന്നത്. ആ അംഗനവാടിയിലെ സേവനങ്ങളൊന്നും തന്നെ ഗുണഭോക്താക്കൾക്ക് ഇന്നത്തെ ദിവസം തടസ്സപ്പെടും എന്നുള്ളതാണ്. ആയതുകൊണ്ട് പോഷൻ ട്രാക്കറിലേക്ക് ഇന്ന് ഡെയിലി ട്രാക്കിംഗ് എന്നുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്താൻ കഴിയില്ല. മറിച്ച് ടീച്ചേഴ്സിന് വളർച്ചാ നിരീക്ഷണം എടുത്തത് രേഖപ്പെടുത്താനും FRS പൂർത്തിയാക്കാനും അബാർ ID ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സാഹചര്യം ഇന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പെൻഡിംഗ് ഉള്ള മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൃത്യമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് നാളെ പോളിംഗ് ദിവസവും ടീച്ചേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ. അംഗനവാടി സെൻറ്റർ തുറക്കുന്നുണ്ടെങ്കിലും അവിടെ അംഗനവാടിയുടെ പ്രവർത്തനങ്ങൾ നടക്കാത്തത് കൊണ്ട് അന്നത്തെ ദിവസം അംഗനവാടി ക്ലോസ് എന്ന് തന്നെ നിങ്ങൾ കൊടുക്കണം. കൃത്യമായി പോഷൻ ട്രാക്കറിലേക്ക് ക്ലോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി ട്രാക്കിംഗ് പ്രവർത്തനങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. അഥവാ ടീച്ചർ ക്ലോസ് എന്ന് കൊടുത്തില്ലെങ്കിലും ഓപ്പൺ എന്ന് കൊടുത്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് റിപ്പോർട്ട് വരിക. ആയതുകൊണ്ട് തന്നെ പോഷൻ ട്രാക്കറിൻ്റെ പ്രവർത്തനം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പോളിംഗ് ബൂത്തായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗനവാടിയിലെ ടീച്ചർമാർ അറിയാതെ പോലും ഓപ്പൺ എന്ന പച്ച ബട്ടൺ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓർമ്മപ്പെടുത്തലുകൾ. കൃത്യമായി അംഗനവാടി തുറന്ന ദിവസം മാത്രം ഓപ്പൺ എന്ന് കൊടുത്ത് മറ്റുള്ള പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാക്കുക. താങ്ക് യു.